ഞാൻ എപ്പോഴും ഒരു ഗ്യാപ്പിന് ശേഷം സിനിമ ചെയ്യുന്ന ഒരാളാണ്. അതായത് എനിക്ക് ഈ സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നതിൽ ചിലപ്പോൾ പലപ്പോഴും ഒരു പരാജയം അല്ലെങ്കിൽ ഒരു പരാജയ ഭീതി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതായത് ഞാൻ ആദ്യ സിനിമ ചെയ്ത മുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജോണറിലോ സിനിമയല്ല എനിക്ക് എൻ്റെ ആദ്യ സിനിമയായി സെലക്ട് ചെയ്യേണ്ടി വന്നതും ചെയ്യേണ്ടി വന്നത്. അതൊരു സാഹചര്യം ഉണ്ടായിപ്പോയത് കൊണ്ടാണ്. പിന്നെ ഞാൻ അങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെട്ട ഒരു ആക്ഷൻ സിനിമയുടെ ആളാണ്, ഒരു കമേഴ്ഷ്യൽ. ആക്ച്വലി ഞാനൊരു റിയലിസ്റ്റിക് ബേസിൽ മാത്രം കാര്യങ്ങൾ കാണുകയും അത്തരം സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്ത ഒരാളാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. പക്ഷെ ചെയ്ത സിനിമകളൊക്കെ പക്ക കമേഴ്ഷ്യൽ അതാത് കാലഘട്ടത്തിലുള്ള സിനിമകളാണ് ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമയുടെ സമീപനത്തിൽ കുറച്ച് കാലതാമസം വരും, സബ്ജക്ട് കൺസീവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അത്. പിന്നെ ആ രീതിയിൽ സബ്ജക്ട് എനിക്ക് എന്റെ പരാജയം എന്ന് പറയുന്ന അത്തരം സബ്ജക്ട് എനിക്ക് സ്വയം രൂപപ്പെടുത്താൻ പറ്റാറില്ല. എനിക്ക് ആരുടെയെങ്കിലും ഒരു തിരക്കഥാകൃത്തിന്റെ സഹായം തന്നെ വേണം. അങ്ങനെയാണ് പിന്നെ അവരായിട്ടുള്ള ഒരു സംവാദത്തോടെയാണ് നമ്മൾ ഒരു സബ്ജക്ട് സെലക്ട് ചെയ്യപ്പെടുന്നതും അത് ചെയ്യാൻ നിർബന്ധിതരാവുന്നതും. ഇപ്പോ വടക്കുന്നാഥൻ എന്നൊരു പടം വളരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ്. അപ്പൊ അടുത്ത സിനിമ ചെയ്യുമ്പോൾ ആ ജോണറിലാവരുതെന്നും വ്യത്യസ്തമായ ശൈലിയിലുള്ള ഒരു സിനിമ ചെയ്യണമെന്ന് വാശി പിടിച്ച് മാറി നിന്നതിന്റെ ഫലമാണ് ഈ പറഞ്ഞ ചേട്ടായിസ് എന്ന സിനിമ. അപ്പൊ അത് വടക്കുന്നാഥന്റെ എൻറ്റയർലി വേറൊരു ഫേസ് ആണ് ചേട്ടായിസ് എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ യാതൊരു വിധത്തിലും ട്രീറ്റ്മെന്റ് ഭാഗത്തും സബ്ജക്ട് വൈസും ഒന്നും ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ്. അതിലെനിക്ക് വലിയൊരു സന്തോഷം തോന്നി. കുറച്ച് ഡിലേ ആയാലും വ്യത്യസ്തമായി പുതുമയുള്ള, അതായത് ന്യൂ ജനറേഷന് രുചിക്കുന്ന പോലെയുള്ള സിനിമ ചെയ്യാൻ പറ്റിയെന്നുള്ളത്, അതിന്റെ ട്രീറ്റ്മെന്റിലും സ്ക്രിപ്റ്റിങ്ങിലും അതിലെ കാസ്റ്റിങ്ങിലും എല്ലാം ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ വലിയൊരു ആശ്വാസമായിരുന്നു. അപ്പോ ഇനിയും സിനിമ ചെയ്യുമ്പോൾ ഇതുപോലെ സമയമെടുത്ത് ചെയ്യാം. ഇതുപോലെ സത്യം പറഞ്ഞാൽ നമ്മൾ ബഹുമാനിക്കുന്ന ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ടിട്ടുള്ള പിന്നെ ലിജോ ആണെങ്കിലും അങ്ങനെയുള്ള ആളുകൾ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണ്. ഇപ്പൊ ഈ സിനിമ ചെയ്യാൻ ഇടയായത് ഞാൻ ഇതല്ല ആക്ച്വലി ചെയ്യാൻ ഉദ്ദേശിച്ചത്. രാജേഷ് കുർമാലിയുടെ സ്ക്രീൻ പ്ലേയിൽ വേറൊരു സബ്ജക്റ്റ് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അത് ഈ കോവിഡിന്റെ പ്രശ്നം കൊണ്ട് ഡിലേ ആയി പോയതാണ്. അപ്പൊ ആ ഡിലേ ആയി 2 വർഷം അത് കഴിഞ്ഞു. ആ സമയത്ത് പെട്ടെന്ന് ഒരു സിനിമ ചെയ്യാനായിട്ട് ഇത് നമ്മളുടെ ഇപ്പൊ ചെയ്യുന്ന മൃദുഭാവി നിവൃത്തി എന്ന പടത്തിന്റെ പ്രൊഡ്യൂസറിന്റെ നിർമ്മാതാവിന്റെ സ്വന്തം കഥയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് അടർത്തിയിരിക്കുന്ന ചില മുഹൂർത്തങ്ങൾ പക്ക അതുപോലെയല്ല, അതിൽ കുറച്ച് നമ്മൾ സിനിമാറ്റിക് ആക്കിയിട്ടുണ്ട്. അപ്പൊ ആ സിനിമ പുള്ളിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് പുള്ളി വളരെ സ്നേഹത്തോടെ എന്നെ സമീപിച്ചപ്പോൾ എനിക്കതൊന്ന് ഒഴിഞ്ഞു മാറാൻ തോന്നില്ല. ആദ്യം എനിക്കത് ഇപ്പൊ പെട്ടെന്ന് ഞാൻ ഈ സിനിമ ചെയ്യേണ്ടതുണ്ടെന്ന് ഒരിക്കലും ആലോചിച്ചു. പിന്നെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിന് ഒരു വലിയ അംബിഷനാണ്, അദ്ദേഹത്തിന് വേണ്ടി അങ്ങനെ സിനിമ ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ ഫലമാണ് ഇപ്പോ ഈ രീതിയിൽ വന്നെത്തിയിട്ടുള്ള മൃദുഭാവ്യത്തിന്റെ കത്തി. അതിനുള്ള കാരണങ്ങളുണ്ട്, നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കാരണങ്ങളുണ്ട്. ചേട്ടായിസ് എന്നുള്ള പടം ചെയ്യുമ്പോൾ അതിന്റെ പരസ്യത്തില് മാർക്കറ്റിംഗിൽ അതിന് ചെറിയൊരു പാളിച്ച പറ്റിയിട്ടുണ്ട്. അതായത് അതിൽ ഇതിന് മുമ്പ് വന്ന് പല സിനിമകളുടെയും ചൊവ്വയുള്ള പോലെയുള്ള പോസ്റ്റേഴ്സ് ആയിരുന്നു. അതായത് ഈ 5 മധ്യവയസ്കരായ 5 പേരുടെ മാത്രം പോസ്റ്റേഴ്സ് ആണ്. ആക്ച്വലി അതിൽ ഹീറോയിൻ ഓറിയന്റഡ് സബ്ജക്ട് കൂടിയാണ്. മിയാണ് അതിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നത്. മിയുടെ ഫസ്റ്റ് ഹീറോയിൻ സിനിമകൾ അതായിരുന്നു. അപ്പോൾ ഒരു പോസ്റ്റർ പോലും മിയെ പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ല. മിയ നിർബന്ധമായിട്ടും വേണമെന്ന് ഞാൻ പറയുകയും ഇത് വേറെ ചില കാര്യങ്ങൾ കൊണ്ട്, വേറെ സാഹചര്യങ്ങൾ കൊണ്ടും ഞാൻ മദ്രാസിൽ അതിന്റെ മിക്സിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഓൾറെഡി ഈ രീതിയിലുള്ള പോസ്റ്ററുകളാണ് ചുവരിൽ കണ്ടത്. എനിക്കത് വലിയ വിഷമമുണ്ടായി. സത്യത്തിൽ മലബാറിലൊക്കെ ഉള്ള ആ പടത്തിൽ, മലബാർ എന്ന് പറഞ്ഞ സിനിമയുടെ വലിയ കലക്ഷൻ ഏരിയ ആണ്. മലബാറിലെ ഒരു സ്ത്രീകളും തിയേറ്ററിലേക്ക് കയറുകയുണ്ടായില്ല. വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമാണ്. മലബാറിലെ വലിയ കലക്ഷൻ അതിന് ഡള്ളാക്കി. നേരെ കുറച്ച് യൂത്തിന് ഭയങ്കര ഇഷ്ടമാവുകയും യൂത്ത് ആ സിനിമയെ കുറിച്ച് വലിയ അഭിപ്രായം റിലീസിംഗ് ഡേറ്റ്സ് തന്നെ തിയേറ്ററിൽ യൂത്തിന്റെ മാത്രം പ്രസൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ മിയെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് പരസ്യങ്ങൾ ചെയ്യാതെ ഉണ്ടായിരുന്ന ഒരു സങ്കടം എനിക്ക് ഇപ്പോഴുണ്ട്. ഇപ്പൊ ഈ പടത്തിന്റെ പരസ്യം ചെയ്യുമ്പോൾ ഞാൻ മനുരാവിഞ്ചിയാണ് നമ്മുടെ ഡിസൈനർ. ഇതേ മാറ്റർ ഞാൻ മനുവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ 5 പേരുടെ ഫോട്ടോ മാത്രം വന്നാൽ പോരാ, വളരെ പ്രോമന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ശ്രവണ ചെയ്തിട്ടുള്ളത്. ശ്രവണയെ പോസ്റ്റർ വേണം എന്ന് ഞാൻ നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം, കാരണം പുരുഷന്മാർ മാത്രമുള്ള സിനിമ പുരുഷന്മാർക്ക് ഇഷ്ടമാവും. പക്ഷെ സ്ത്രീകളെ കുറിച്ച് അവരുടെ കാര്യങ്ങളാണ് താല്പര്യം ഉണ്ടാകുമ്പോൾ അവര് മൊത്തമായിട്ട് വൈപ്പ് ഓഫ് ആവാണ് തിയേറ്ററിൽ. അപ്പൊ ഈ പടത്തിന് ഇനി നമുക്ക് പ്രൊമോഷൻസിൽ ശ്രവണയെ കൂടെ ബൂസ്റ്റർ പേജ് ഉൾപ്പെടുത്താൻ വേണ്ടി ഞാനിപ്പോ നിർബന്ധപൂർവ്വം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ അങ്ങനെ ഒരു ഫീൽ കൊടുക്കാൻ പാടില്ല. നമ്മളെല്ലാവരും ലൈഫിൽ വലിയൊരു ഭാഗം നമ്മളുടെ അമ്മ അല്ലെങ്കിൽ നമ്മളുടെ വൈഫ് അല്ലെങ്കിൽ നമ്മളുടെ മക്കളാണെങ്കിലും ആ രീതിയിലാണ്. പക്ഷെ സിനിമക്ക് മാത്രം പലപ്പോഴും അത് മാറിപ്പോകുന്നുണ്ടല്ലോ. ഞാൻ ഒട്ടും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. എൻ്റെ ആദ്യം മുതലുള്ള എല്ലാ സിനിമകളും ഫീമെയിൽ
ഫീമെയിൽ ക്യാരക്ടേഴ്സിന് ഒരുപാട് പ്രോമിനൻസ് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ചേട്ടായിസിൽ തന്നെ ആ കാലത്ത് അങ്ങനെ വന്നിട്ടുണ്ടോന്ന് എനിക്കതിന് മുന്നേ അറിയില്ല. അതായത് ഹീറോയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഹീറോയിനെ അടിക്കുമ്പോൾ വിത്തിൻ നോ ടൈം ഹീറോയിൻ തിരിച്ച് ഹീറോയുടെ മുഖത്ത് അടിക്കുന്നുണ്ട്. അപ്പൊ സ്ത്രീകൾക്കൊക്കെ അത് വലിയ അപ്രീസിയേഷൻ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അതുപോലെ രജപുത്രനാണ് അതിന്റെ ആദ്യ സിനിമ. രജപുത്രനിലെ സുരേഷ് ഗോപിയും ശോഭനയും തമ്മിലുള്ള കോമ്പിനേഷൻസിൽ ശോഭന സുരേഷ് ഗോപിയെ എട എന്നാണ് വിളിക്കുന്നത്. അന്ന് ഒരു സ്ത്രീ എട എന്ന് വിളിക്കുന്നത് ആ കാലഘട്ടത്തിൽ വലിയ അതിശയമായിട്ട് പലരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്ത്രീ അങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണം അല്ലെങ്കിൽ ഈക്വൽ ലെവലിലേക്ക് വരണം എന്നൊരു സൂചന അപ്പൂലെ കൊടുക്കാൻ എനിക്ക് നല്ല താല്പര്യമായി. ബുദ്ധിമുട്ടാകും. ഒരാളൊരു പടം കണ്ടു തിരിച്ചു വരുമ്പോൾ ഏത് പടത്തിനെ പോയെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് പറയാനുള്ള പറ്റത്തില്ല. അപ്പൊ അത് കുറച്ച് ദിവസം ഉണ്ടാകും. ഈ പേര് കുറച്ച് എഴുതിയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പേര് എനിക്ക് അതിനോട് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ബോൾഡായിട്ടുള്ള തീരുമാനം സിനിമ അതിന്റെ ക്വാളിറ്റി കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളതാണ്. സിനിമയ്ക്ക് ഒരു പേര് വേണം നിർബന്ധമാണ്. നമ്മൾ മക്കൾക്ക് ഒരു പേര് നമ്മൾ കുറെ പേരുകൾ അന്വേഷിച്ച് അവസാനം നമുക്ക് അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു പേരാണ് ഇടുന്നത്. ആൾക്കാർ പറയുന്നതോ വിളിക്കുന്നതോ അല്ല നമ്മളുടെ വിഷയം, അല്ലെ? നമ്മളുടെ പേഴ്സണൽ താല്പര്യമാണ്. നമ്മുടെ കുഞ്ഞു പോലെ തന്നെയാണ് സിനിമയ്ക്ക് ഒരു പേരിടുന്നത്. ഒരുപാട് തവണ ആലോചിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ എന്ന പടം കേരളത്തിൽ റിലീസായപ്പോ ഒരാളും ഞാൻ ആ പടത്തിന് പേര് പറഞ്ഞു കേട്ടിരുന്നില്ല. ഷാറൂഖ് ഖാൻ കാജോൽ സിനിമ സൂപ്പർ സിനിമ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പടം കഴിഞ്ഞ് വന്നിട്ട് പടത്തിന് പോകുമ്പോഴും ആ പടത്തിന്റെ പേര് കൊണ്ട് ഒരു കോട്ടം ആ സിനിമക്ക് തട്ടാണെങ്കിൽ ആ സിനിമ കേരളത്തിൽ ഓടാതിരിക്കണമായിരുന്നു, അല്ലെ? ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ ആ കാലമല്ല, ഇക്കാലത്ത് പോലും എത്ര പേര് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ പടം ഇന്ത്യയിലെ നമ്പർ 1 ഹിറ്റാണ്. അപ്പൊ അതൊക്കെ ഒരു പ്രചോദനമാണ്. അപ്പൊ അതല്ല നമ്മളിങ്ങനെ ഡിഫറെന്റ് ആയിട്ടൊരു പേര് എടുക്കാൻ കാരണം ഇതിന് സബ്ജക്റ്റ് ആയിട്ട് ഏറ്റവും റിലേറ്റഡ് ആയിട്ടാണ്. ഇത് ഞങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടൊരു പോർഷൻ ഉണ്ട് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പാറ്റേണിലാണ് സെക്കൻഡ് ഹാഫിൽ കഥ പോകുന്നത്. അപ്പൊ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ വിഷയങ്ങളും അവിടെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നായകന്റെ ക്യാരക്ടർ പ്രകാരവും നായകന്റെ മുന്നോട്ടുള്ള നീക്കവും സെക്കൻഡ് ഹാഫിൽ ഡിസ്ക്ലോസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ ഒരു മൃദുഭാവത്തിലൂടെ ദൃഢമായ കൃത്യങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പേര് ഫിക്സ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അന്ന് ഈ പേര് ആദ്യം പ്രൊഡ്യൂസർ എടുത്തും ആക്ടറെടുത്ത് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞത്. നമ്മൾ അത് വിഷയമാവുന്നില്ല. പടത്തിന്റെ കളക്ഷൻ അത് ഒരിക്കലും ബാധിക്കത്തില്ല. ആളുകൾ പറഞ്ഞത് പ്രിപ്പയർ ആവും. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ആദ്യം മൃദുഭാവ ദൃഢവൃത്തി എന്നല്ല ഫസ്റ്റ് ടൈറ്റിലായിട്ട് അനൗൺസ് ചെയ്തത്. MPDK എന്നുള്ള ചുരുക്കപ്പേരാണ് ആദ്യം തന്നെ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താണ് MPDK എന്ന് അന്വേഷിക്കുന്ന സമയത്ത് ഞങ്ങൾ മൃദുഭാവ ദൃഢവൃത്തി എന്ന് പറഞ്ഞു. അപ്പൊ അത് പറയാൻ പറ്റാത്ത ദൈവാധീനം കൊണ്ട് മൃദുഭാവ ദൃഢവൃത്തി എന്ന് പാടിക്കൊണ്ടൊരു സിനിമ ഇറങ്ങുകയും ചെയ്തു. അപ്പൊ ഞങ്ങൾക്ക് കുറച്ചുകൂടെ അത് എളുപ്പമായി. അതൊരു ഭാഗ്യം പോലെയാണ് ആ പാട്ട് വന്നതെന്ന് ഞങ്ങൾ കരുതുന്നു. ഈ സിനിമയിൽ ഇപ്പോൾ 2 ജനറേഷൻസിന്റെ കൂടി ഒരു കൂടിച്ചേരലുണ്ടല്ലോ. അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരിയുടെ മകൻ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ രവീന്ദ്രൻ മാസ്റ്ററുടെ മകൻ സംഗീതം കൊടുക്കുന്നുണ്ട്. അതൊരു പ്ലാൻഡ് ആയിട്ട് ഒരു ലോഞ്ച് ആയിരുന്നു. പ്ലാൻഡ് ആയിട്ട് ലോഞ്ച് എന്ന് പറയാൻ പറ്റില്ല. ഒരു സിനിമ വന്നപ്പോൾ ഞാൻ ഇവർക്ക് ഓർക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണെന്നുള്ളൊരു അത് എൻ്റെ ഒരു കടമയാണെന്ന് വിശ്വസിച്ച് ചെയ്യുന്നതാണ്. ഇവര് രണ്ടുപേരും മാത്രമല്ല, ഡയറക്ടർ ബാബുവിന്റെ മകളാണ് ശ്രവണ. അങ്ങനെ 3 പേര് ഇൻഡസ്ട്രിയിൽ പോപ്പുലർ ആയിട്ട് നിന്നുള്ള 3 വ്യക്തികളെ എനിക്ക് എന്റെ സിനിമയിൽ ഉൾപ്പെടുത്താൻ പറ്റിയെന്നത് എനിക്കതൊരു വലിയൊരു ഭാഗ്യമാണ്. അവർക്കല്ല, എനിക്കതൊരു ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നത്. ഗിരീഷിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റിനാണത്. ഡേവിഡിനോടുള്ള കമ്മിറ്റ്മെന്റാണ് സാജൻ മാധവ് കൊടുക്കുന്നത്. പിന്നെ ബാബുവിനോടുള്ള കമ്മിറ്റ്മെന്റ് പേഴ്സണൽ കമ്മിറ്റ്മെന്റ് അല്ല ഒരിക്കലും. ഞങ്ങൾ സഹപ്രവർത്തകരായിരുന്നു എന്നുള്ള കമ്മിറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. അത് കമ്മിറ്റ്മെന്റാണെന്ന് ഞാൻ സ്വയം കരുതുന്നത് കൊണ്ടാണ്. ആർക്കും അങ്ങനെ ചിന്തിക്കാം. ഞാൻ അങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മളെല്ലാവരും തന്നെ നമ്മളെ കൂടെയുള്ള ആളുകളൊക്കെ സഹായിക്കുകയാണെങ്കിൽ എത്ര പേർക്ക് അതൊരു ഒരു സ്റ്റെപ്പ് വെക്കാൻ ഒരു ഏരിയ അല്ലേ, അവരത് കയറി പോവുകയാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടതല്ലേ എന്നുള്ള ചിന്ത മാത്രമാണ് അതിന് പിന്നിൽ. മലയാള സിനിമയിൽ സെമി ക്ലാസിക്കൽ ഹിറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു പര്യായമായിട്ട് അച്ഛനെ പേരിനെ ഓർക്കാം. അപ്പൊ അച്ഛന്റെ ലെഗസിയെ തുടർന്നുകൊണ്ട് പോവുക, അല്ലെങ്കിൽ അച്ഛനെ പോലെ ഇനിയും ക്രിയേറ്റ് ചെയ്യുക, അതായിരുന്നു ലക്ഷ്യം. അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. കാരണം സിനിമ വേറെയാണ്. നമ്മൾ ചെയ്യുന്ന സിനിമ എന്ത് ആവശ്യപ്പെടുന്നു അത് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യണമെന്നുണ്ട്, മ്യൂസിക്കലായി ചെയ്യണം താല്പര്യമുണ്ട്. പക്ഷെ അങ്ങനെ പടങ്ങൾ വരുന്നില്ല, തീരെ വരുന്നില്ല ഇപ്പോൾ. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്യും പറഞ്ഞാൽ ഞാൻ വീട്ടിലിരിക്കണം, ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അത് നോക്കുന്നില്ല. അച്ഛനെ പോലെ ചെയ്യണമെന്നൊന്നും എൻ്റെ മൈൻഡില്ല. ഞാൻ ഷാലിന്റെ ആദ്യം മീറ്റ് ചെയ്തപ്പോഴും ഷാലിൻ ചോദിച്ചതാണ്, നീ പടം ചെയ്തിട്ട് എന്താ വലിയൊരു ഗ്യാപ്പ് ആയത് ചെയ്യാത്തത് മലയാളം ചോദിച്ചു. ഞാൻ പറഞ്ഞത് എനിക്ക് കൺഫ്യൂഷനാണ്. എന്നോട് പലരും മെസ്സേജ് ചെയ്യുന്നത് എങ്ങനെ പ്രമുഖ പാട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുമോ, ഇപ്പൊ ഷാലിന്റെ ചിത്രത്തില് ഗംഗയിൽ ഒരു പാട്ടുണ്ടോ, അങ്ങനെ ചോദിക്കുന്നത്.
കൺഫ്യൂഷൻ ആയിപ്പോഴും ഞാൻ പറഞ്ഞു എനിക്കത് എപ്പോഴും പ്രശ്നമാണ്. പക്ഷെ ആദ്യം പറഞ്ഞു രവീന്ദ്രൻ മാസ്റ്റർ ചെയ്ത് കാര്യം ചെയ്ത് കഴിഞ്ഞു. നിന്റെ സ്റ്റൈൽ എന്താണ് നിന്റെ ജോൺ, അത് നീ ചെയ്യും. നീ വേറൊന്നും നോക്കണ്ട, നിനക്ക് എന്ത് ചെയ്യാൻ തോന്നും അത് ചെയ്യാൻ തോന്നും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അതിൽ അച്ഛൻ്റെ ടച്ച് ഉണ്ടാവാം, കാരണം ഞാൻ കൂടുതലും കേട്ടിട്ടുള്ള മലയാളം അച്ഛൻ്റെ പാട്ടാണ്, അതുകൊണ്ടായിരിക്കാം. സിറ്റുവേഷൻ ഉണ്ടാവുന്നില്ലല്ലോ, വരുന്നില്ലല്ലോ, മ്യൂസിക് ഫിലിം വരുന്നില്ല. വരുമ്പോൾ ചലഞ്ച് ആവും, നമുക്ക് ചെയ്യാണ്ടൊരു പറ്റുമോന്ന് അറിയത്തില്ല. ശ്രമിക്കാനുള്ള ഒരു സന്ദർഭം കിട്ടണം, അത് കിട്ടുന്നില്ല. എന്തൊക്കെ പറഞ്ഞാൽ കമ്പാരിസൺസ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പ്രശ്നമാണ്. രവീന്ദ്ര മാസ്റ്റർ പറയുന്നത് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. അങ്ങനെ മകനായി വരുമ്പോൾ നെഗറ്റീവ്സ് ഉണ്ട്. പലരും പോരാ, അവരത്ര പോരാന്ന് പറയും. ഇവിടെ പാട്ടിൽ ചെയ്യുമ്പോൾ പോരാന്ന് പറയും. ഞാൻ ആദ്യം ചെയ്തത് യക്ഷിയാണ് പടമാണ്. വൃന്ദാവനം കൊണ്ടൊരു പാട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതുപോലെ പാട്ട് വിനയൻ സാറിന്റെ പടത്ത് വന്നിട്ടില്ല, ചെയ്യാറില്ല. ഞാൻ ആ പാട്ട് ചെയ്ത് കാണിച്ചപ്പോൾ വിനയൻ സാർ ഫസ്റ്റ് പറഞ്ഞത് ഞാൻ ഏത് എന്നത് പറയത്തില്ല, ഈ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇത് എന്റെ ടൈപ്പ് പാട്ടല്ല. കാരണം നീ ചെയ്യുന്ന കാര്യം ഒത്തിരി കറക്ഷൻ ഞാൻ ചെയ്യില്ല. കാരണം ഞാൻ ചെയ്താൽ നാളെ ആൾക്കാർ എന്നോട് ചോദിക്കും രവീന്ദ്ര മാസ്റ്റർ ഭയങ്കര മിസ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ പാട്ട് ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞു. അല്ലെങ്കിൽ അങ്ങനെ ഒരു പാട്ട് വിനയൻ സാറിന്റെ പടത്തിൽ ഇറക്കില്ല. ആ പാട്ടിനെ കുറിച്ച് പലരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് റിവ്യൂസ് ഉണ്ടായിരുന്നു. യൂട്യൂബിൽ വീഡിയോയുടെ കമന്റ്സ് നോക്കിയാൽ അറിയാൻ പറ്റും. ഇവൻ രവീന്ദ്ര മാസ്റ്റർ മകൻ തന്നെ പറയുന്നുണ്ട്. മുമ്പ് കുറേ പേർ പറഞ്ഞു ചെയ്യുന്നുണ്ട്, എന്താ ചെയ്യാൻ നോക്കട്ടെ. അങ്ങനെ പറയുമ്പോൾ പേടിക്കൂലേ? എനിക്ക് അങ്ങനെ പ്രശ്നമുണ്ട്, അങ്ങനത്തെ പ്രോബ്ലം ഉണ്ട്. അപ്പൊ അത് ഓവർകം ചെയ്യുമ്പോൾ ഒരു പാട്ട് ഇറങ്ങുമ്പോൾ എന്താ പറയുന്നത് എന്ന് മാത്രമല്ല എന്റെ അച്ഛനെയും പറയും. അപ്പൊ അതുകൊണ്ട് ആ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ് മറ്റേ ആളൊക്കെ എനിക്ക്. ഇവിടെ വാങ്ങിയപ്പോ മലയാളത്തിൽ നഷ്ടമായതിനു വേണ്ടി നല്ല സിനിമകളും കൂടിയാണെന്നാണ് സിനിമാ പ്രേമികൾ വിശ്വസിക്കുന്നത്. അപ്പോ അദ്ദേഹവുമായി ഒരുപാട് കഥകൾ ചർച്ച ചെയ്തിരുന്നോ, അല്ലെങ്കിൽ സച്ചിയുടെ ഒരു വിടവ് അത് മലയാള തിരക്കഥാലോകത്തിൽ ഉണ്ടാക്കുന്ന ഒരു നഷ്ടം എത്രത്തോളം? ഓഫ് കോഴ്സ് സച്ചി ഒരു തിരക്കഥാകൃത്ത് മാത്രമല്ല, സച്ചി ഒരു ഫിലിം മേക്കർ കൂടെയാണ്. ഫിലിമിന്റെ എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസും നല്ല ഗ്രാഹ്യമുള്ളൊരു സിനിമാക്കാരൻ തന്നെയാണ് സച്ചി. സച്ചിയിലൂടെ വർക്ക് ചെയ്ത ചേട്ടായിസ് അല്ല, അതിനേക്കാളും കൂടുതൽ മേലെ എത്ര മികച്ചു നിൽക്കുന്നതിന് സച്ചിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള അയ്യപ്പനും കോശി എന്ന് പടം. ആ പടം തിരക്കഥ ആണെങ്കിലും അതിലെ ക്യാരക്ടേഴ്സിന്റെ മോൾഡിംഗ് ആണെങ്കിലും അതിന്റെ ഡയറക്ടോറിയൽ സൈഡ് ആണെങ്കിലും എടുത്തു പറയേണ്ടതാണ്. ഒരുപാട് ഹൈറ്റ്സിൽ ഒരാൾ ചെയ്ത പടം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അതിനൊരു നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്നത്. നമ്മൾക്ക് അതിനപ്പുറത്തേക്ക് അതിനില്ല. പക്ഷേ സങ്കടം എന്താണെന്ന് വെച്ചാൽ അത്രയും ചെറുപ്രായത്തിൽ ഇനി ഒരുപാട് 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 വലിയ സിനിമകൾ സച്ചിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതായിരുന്നു. അത് നേരത്തെ പറഞ്ഞ വിടവ് ഇനി പെട്ടെന്ന് ആർക്കും എത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ആ വിടവ് തന്നെ ആയി തന്നെ നിലനിൽക്കുന്നു വിശ്വസിക്കുന്ന ഒരാളാണ്. അദ്ദേഹം മറ്റു കഥകളൊക്കെ ആലോചിച്ചിരുന്നു, അല്ലെങ്കിൽ മറ്റു സിനിമകളെ പറ്റിയുള്ള ഡിസ്കഷൻസ് അതായത് മനസ്സിലുള്ള എന്തെങ്കിലും കഥകളെ പറ്റി അറിവുണ്ടോ? ആലോചിച്ചിട്ട് ഞങ്ങൾ ആദ്യം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ചേട്ടായിസ് ആയിരുന്നില്ല. അത് കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള പൊളിറ്റിക്കൽ സെറ്റയർ ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അതായത് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും രണ്ട് ഭാഗങ്ങളുടെയും ഗുണങ്ങളും അതിന്റെ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള വിമർശനമായിരുന്നു ആ സിനിമ. അത് റഷ്യയിലായിരുന്നു ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നതിന്റെ ഒരു വലിയൊരു ഭാഗം. അത് ഞങ്ങൾ ആ ചെയ്യാൻ ഉദ്ദേശിച്ചത് നിർമ്മാതാവ് ആ സമയത്ത് ഒരു അസുഖം വന്നിട്ട് പുള്ളി എക്സ്പയർഡ് ആയിപ്പോയി. അപ്പൊ അത് പെട്ടെന്ന് നടക്കാത്ത പണം ഞങ്ങൾ വേറെ എന്താ ചെയ്യാൻ ആലോചിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും രാത്രി കൂടി ഒരു ദിവസത്തിൽ ബിജു ഇനീഷ്യേറ്റീവ് എടുത്തത്, ബിജു മേനോൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഷാജുന്റെ കുറെ കാലം സിനിമ ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ ഓരോ കാര്യം പറഞ്ഞ് മാറാൻ സമ്മതിക്കില്ല, ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾക്ക് അത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സച്ചി ഉണ്ട് അവിടെ. സച്ചി ഞാനൊരു സബ്ജക്ട് പുരുഷനായിട്ട് ഇപ്പൊ പറയാം, ഷാജുവിനെ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അങ്ങനെ സുരേഷ് കൃഷ്ണനുണ്ട്, സുഖമുണ്ട്. അപ്പൊ എല്ലാവരും പറഞ്ഞു ഞങ്ങളെല്ലാവരും ഉണ്ട്, ഷാജുവിന് വേണ്ടി ഞങ്ങൾ ആരും ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു, ഇനി ഷാജുവിന് അതൊന്നും മാറാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് സബ്ജക്റ്റിന്റെ ത്രെഡ് അപ്പൊ തന്നെ പറയുകയും അത് അങ്ങനെ അവിടെ ഞങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്താണ്. രണ്ടാമത് സച്ചിയായിട്ടുള്ള പ്രോബ്ലം. മൂന്നാമത്